എന്താ ഈ സമയത്ത് ഈ കുട്ടി ഇങ്ങനെ? ഈ ആവാസന്മാരുടെ ഏരിയ ആണ് ഇത്. ഈ സമയത്ത് ഇങ്ങനെ വന്ന് നിൽക്കാൻ പാടില്ല. എനിക്ക് എന്റെ അച്ഛൻ ചട്ടി ഇങ്ങ് തിരിച്ചു തരണം. എന്റെ അച്ഛന്റെ ചട്ടി എന്റെ ഇല്ല. എന്റെ 3-4 അയേ കിടപ്പുണ്ട്. അതൊരു അച്ഛന് കൊടുക്കും വരുവാണെങ്കിൽ. അതല്ല, എന്റെ അച്ഛന്റെ കറച്ചട്ടി എനിക്ക് തിരികെ വേണം. എന്താ ഇത്? ഒരാൾ വന്ന് കൊണ്ടുവരിക, ബാക്കിയുള്ളവർ മേടിക്കാൻ വരിക. ഇതിപ്പോ ഞാൻ മേടിച്ച സാധനം ഇത് ഞാൻ എങ്ങനെ അങ്ങോട്ട് തിരിച്ചു തരണേ? നിങ്ങൾ ഇതുകൊണ്ട് എന്താ ചെയ്യാ? ഞങ്ങൾ ഇത് കൊണ്ട് ചിലപ്പം ഇങ്ങനെ കറക്കി കളിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പൊക്കി ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ പഴകഞ്ഞു കൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ കുടിക്കും, അല്ലെങ്കിൽ ഇട്ട് അല്ലിയിട്ടങ്ങ് പൊട്ടിക്കും. ആയിക്കോളൂ, എന്താന്ന് വെച്ചാൽ ആയിക്കോളൂ. മീൻകറി എന്ന 4 അക്ഷരത്തിന്റെ വില അറിയാത്ത നിങ്ങള് ഈ ചട്ടിയുടെ മഹത്വം അറിയില്ല. ഈ ചട്ടിയുടെ വില എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല. ഈ ചട്ടിക്ക് ഇപ്പൊ എന്താ വില ഉണ്ടാവും? അതിനൊക്കെ 40 രൂപ 40 രൂപ കൂടില്ല. 100 കൊല്ലം ഒറ്റക്കാലിൽ നിന്ന് അടുക്കള പണി ചെയ്താലും ഉപ്പും മുളകും പാകമായിട്ട് നിങ്ങൾക്ക് ഒരു കറി വെക്കാൻ, ഒരു മീൻകറി വെക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. കഴിച്ചിട്ട് കൈ കഴിയാലും മണം മാറാത്ത മഹത്തായ ഗ്രേവി. അലഞ്ഞിട്ടുണ്ട് ഒരുപാട്. കോഴിക്കോടൻ മീൻകറി വെക്കണമെന്ന് ആഗ്രഹവുമായി ചെന്ന് കയറിയത് ഒരു ഷാപ്പുകാരന്റെ മുന്നിൽ. ആവശ്യം അറിയിച്ചപ്പോ ചമ്മന്തി അരച്ച് കാണിക്കാൻ പറഞ്ഞു.